ഹിന്ദുക്കൾക്ക് വരാം, സ്ത്രീകൾക്ക് വരാം എന്നൊക്കെ പറയുമ്പോൾ പുരോഗമനപരം എന്ന രൂപത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഒട്ടും പുരോഗമനപരമല്ല. ആ പുരോഗമനപരമെങ്കിൽ മറ്റു മതങ്ങളുടെ കാര്യത്തിലും അത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിൽ ഈ മുനമ്പം വിഷയം കൃത്യമായി ഉന്നയിച്ചുകൊണ്ട് മുനമ്പത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ വഖഫ് ബോർഡ് ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന രൂപത്തിൽ ഇവിടെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ഇവിടെ വഖഫ് സംരക്ഷണ സമിതി എന്ന സംവിധാനമാണ് ഈ രൂപത്തിലേക്ക് ഇവിടേക്ക് വന്നിട്ടുള്ള, അറിയാം അല്ലേ? കോടതിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ അതിൽ പ്രായോഗികമായി അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂമി നഷ്ടപ്പെട്ടവരാണ്, പാവങ്ങളാണ്, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. അതൊക്കെ തന്നെ നമ്മൾ കരുതേണ്ട കാര്യമാണ്. അത് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ അവർക്ക് അനുകൂലമായ രീതിയിൽ ട്രൈബ്യൂണലിൽ വാദിച്ച് അവർക്ക് നീതി നടപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ആ വിഷയത്തിനെ വേറെ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ നിയമത്തെ പിന്തുണയ്ക്കണം, ഈ ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് ഇവിടെ സഭാ നേതൃത്വം പറയുമ്പോൾ ആ സഭാ നേതൃത്വം വിചാരിക്കുന്നത് ഈ ന്യൂനപക്ഷ വേട്ടയിൽ ഞങ്ങൾ ഒഴിവാക്കപ്പെടും, മുസ്ലിങ്ങൾക്ക് പിന്നാലെ പോയാൽ അവർക്ക് RSSനും BJPക്കും പിന്തുണ കൊടുത്താൽ ഈ ന്യൂനപക്ഷ വേട്ടയിൽ ഞങ്ങൾ തൽക്കാലം ഒഴിവാക്കപ്പെടുമെന്നുള്ള മിഥ്യാധാരണയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സഭാ നേതൃത്വങ്ങൾക്കുള്ളത്.